ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ചൊക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, SD കാർഡൊക്കെ കറപ്റ്റഡ് ആയിപ്പോയി. ഇതെല്ലാം തന്നെ ഞാൻ യൂട്യൂബിൻ്റെ റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബ് നോക്കി പഠിച്ച ശേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏതൊക്കെ ചാനലാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴും ഞാൻ പല ചാനൽസും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനൊരു 8 കൊല്ലം മുമ്പ് ആണിത് പഠിക്കാൻ തുടങ്ങിയത്. അന്ന് എനിക്ക് മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല. യൂട്യൂബ് നോക്കിയിട്ടത് പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഒരു മെഷീൻ അങ്ങനെ വാങ്ങിയതാണ്, സാധാരണ മെഷീൻ. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംശയം ഇല്ലാണ്ട് തുടങ്ങാം. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുമ്പോൾ നമുക്ക് ഈസിയായി തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻസ് വരുന്നത് എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആരി വർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ ഈസി. ആഹാ, നീഡിൽ കുത്തണോ ഇറക്കണോ എടുക്കണോ വളരെ ഈസി ആയിട്ട് തോന്നിയിട്ട് അപ്പം തന്നെ പോയിട്ടൊരു നീഡിലൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഞാൻ കുത്തുന്നുണ്ട് എന്നല്ലാണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂലൊന്നും വരുന്നുണ്ടായിരുന്നില്ലേ പുറത്തേക്ക്. അപ്പോൾ അത് കുറേ ദിവസം ഞാൻ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്കത് സത്യത്തിൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് കൈയൊക്കെ ഒന്ന് വഴങ്ങുന്നവരെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ സ്റ്റിച്ചിങ്ങിലേക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കുറേ ചാനൽസിൽ പല തരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അതങ്ങനെ നമുക്കങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് നമുക്കത് ശരിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരം രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെറും 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചുരിദാർ കട്ടിങ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പറ്റും. അതല്ലാണ്ട് ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. അതും അല്ലാതെ നമ്മൾ ബോഡിയിൽ നിന്നും മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബോഡിയിൽ നിന്നും മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് പെർഫെക്ഷൻ വരിക. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ടെൻഷൻ ആവുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികളുടെ സാധാരണ സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് മോഡൽസും അവരുടെ സ്കേർട്ടും ടോപ്പൊക്കെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, അവർക്ക് ഈ ഷേപ്പൊന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, ഓക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചൊക്കെ എന്ന്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക. ഇത് വളരെ ബിഗിനേഴ്സിനായിട്ട് മാത്രം പറഞ്ഞാണ് കേട്ടോ. അല്ലാത്തവർക്കൊക്കെ ഏത് മോഡലും ആണെങ്കിലും യൂട്യൂബ് നോക്കിയിട്ട് നോക്കാതെയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഞാൻ അന്ന് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ചാനൽ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ലവർ സ്നേഹ എന്ന് പറയുന്നൊരു ചേച്ചിയുടെ ചാനലാണ്. ആ ചേച്ചി ഇപ്പം അങ്ങനെ വീഡിയോസൊന്നും ചെയ്യുന്നില്ല തോന്നുന്നുണ്ട്. പക്ഷേ ആ ചേച്ചിയുടെ ചാനലിൽ നിങ്ങൾക്ക് കയറിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിറയെ വീഡിയോസ് ഉണ്ടായിരുന്നു. അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. പിന്നെ ഇപ്പോൾ വേറെ ഒന്ന് ടൈലർ ബ്രോ എന്ന് പറയുന്നൊരു ചാനലില്ലേ, അല്ല സോറി മിറാക്കിൾ ബ്രോ, അവരുടെ ചാനലും നല്ല രീതിയിൽ പറഞ്ഞു തരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് അമേസിങ് വിമൻസ് വേൾഡ് എന്ന് പറയുന്നൊരു ചാനൽ ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്തിരുന്നതാണ്. അത് ഇംഗ്ലീഷിലും ഉണ്ട് ഹിന്ദിയിലും ഉണ്ട്. ഓക്കെ, അതുപോലെ വേറെ കുറേ ഹിന്ദി ചാനൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്രാഫ്റ്റ് ലവേഴ്സ് സ്നേഹ എന്ന് പറയുന്ന ആ ചേച്ചിയുടെ ഒരു ചാനൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊന്ന് കയറി നോക്കാം. നല്ല രീതിയിലാണ് ആ ചേച്ചി എല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാവുന്നുമുണ്ട്. അതേപോലെ തന്നെ ഞാൻ വേറെ ഒന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് മുല്ലയ്ക്കൽ ടൈലർ ബേർഡ് തന്നെയാണ് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുക കുട്ടിയുടെ. അവരുടെ ഞാനിപ്പോൾ കുറേ കാണാറുണ്ട്. അപ്പോൾ അവരുടെ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യും. ഇപ്പം ഞാൻ അത്ര അങ്ങോട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് ഇരിക്കാറില്ല. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയായതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് ഇരിക്കാറില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ പുതിയ ചാനൽസ് അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ആക്ച്വലി. ഇപ്പോൾ ഇതാ മിറാക്കിൾ ബ്രോ, അതേപോലെ തന്നെ അമേസിങ് വിമൻസ് വേൾഡ്. പിന്നെ ഞാൻ ഇടയ്ക്ക് വേറെയും കുറേ ചാനൽസ്, RP ഫാഷൻ പോയിൻ്റ് എന്ന് പറയുന്നൊരു ഹിന്ദി ചാനലുണ്ടായിരുന്നു. അതേപോലെ ഒപ്പം സ്റ്റിച്ചിങ്സ് പണ്ട് കണ്ടിരുന്നു കേട്ടോ, കുറേയൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ കുറേ ചാനൽസ് ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ടൈലറിങ് പഠിപ്പിക്കുന്ന ചാനൽസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഞാനും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താഴെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ ഇടുന്ന ഏത് ചാനലാണെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ താങ്ക് യു.